നമസ്കാരം. ആനയ്ക്ക് ഉത്സവം നന്നാകണമെന്നില്ല, തേവരുടെ എഴുന്നള്ളത്ത് നന്നാക്കണമെന്നുമില്ല. സമയാസമയം പനമ്പട്ട കിട്ടണം, അത് തിന്ന് പിണ്ടമിടണം. ഇതുപോലെയാണ് ഉന്നത പദവികളിൽ അഭിരമിക്കുന്ന ചിലരുടെ സ്വഭാവവും. ഭരണം മാറുമ്പോൾ ഇത്തരം താപ്പാനകളെ അടിച്ചു പുറത്താക്കുന്നതാണ് മുൻകാലങ്ങളിലെ രീതി. അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട് ഉണ്ട ചോറിന് കൂറുമുണ്ട് എന്ന മാതിരി AKG സെൻറ്ററിൽ അടിമച്ചോറുണ്ട് കഴിയുന്ന ചില ഉദ്യോഗസ്ഥ വർഗ്ഗങ്ങളാണവർ. പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയും ആരോഗ്യവകുപ്പ് ഡയറക്ടറായിരുന്ന ഡോക്ടർ റീനയുമൊക്കെ ഇത്തരക്കാരാണ്. നടപടി ജാമ്യം റദ്ദാക്കാനുള്ള പോലീസ് റിപ്പോർട്ടിന് കടകവിരുദ്ധമായി ഇനി കസ്റ്റഡി വേണ്ടെന്ന ഗീനാകുമാരിയുടെ വാദമാണ് 9ാം പ്രതി ഹരീഷ് കുമാറിന് ജാമ്യം ലഭിക്കാനിടയാക്കിയത്. ഇവരുടെ കമ്മിക്കൂറ് തിരിച്ചറിഞ്ഞ് പുതിയ സർക്കാർ ആദ്യമേ തന്നെ അടിച്ചു പുറത്താക്കേണ്ടതായിരുന്നു ഇവരെ. ഭരണമാറ്റമെന്നാൽ ക്യാബിനറ്റും മുഖ്യമന്ത്രിയും മാത്രമല്ല, സകല മേഖലകളിലും ആ മാറ്റം അനിവാര്യമാണ്. ഇടതു സർക്കാർ ഭരണത്തിലെത്തിയാൽ ഉടൻ തന്നെ അവരത് നടപ്പിലാക്കും. എന്നാൽ കോൺഗ്രസിലെ കോമാളികൾക്ക് ഇതിനൊന്നും സമയമില്ല. ഭരണം നന്നായി പോകണമെന്ന് ചിന്തയുള്ളവർ ഇത്തരക്കാരെ വെച്ച് മുന്നോട്ട് പോകില്ല. ED ആക്രമിച്ച കേസ് വളരെ ഗൗരവമുള്ള കേസാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ആ പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി ഒത്തുകളിച്ച പ്രോസിക്യൂട്ടറെ എങ്ങനെ തലസ്ഥാനത്തു നിന്ന് മാറ്റാമെന്നുള്ളത് ഞങ്ങൾ ആലോചിക്കുകയാണ്. നീതിപീഠത്തിൻ്റെ കയ്യിൽ ഒരു മരച്ചുറ്റിക ഇരിപ്പുണ്ട്. ആ മരച്ചുറ്റിക ഇത്തരത്തിലുള്ള ആളുകളുടെ തലയിലാണ് അടിക്കേണ്ടത്. ചുറ്റികയില്ലെങ്കിൽ തെരണ്ടിവാലിനടിച്ച് ഇത്തരം പാഴുകളെ പുറത്താക്കണം. ജനത്തിൻ്റെ നികുതിപ്പണം വാങ്ങി ശമ്പളം മേടിച്ചിട്ടാണ് ചിലർ സർക്കാരിനെതിരെ നെറുകേട് കാണിക്കുന്നത് എന്നോർക്കണം. വായിൽ നിറയെ മുദ്രാവാക്യങ്ങളും കയ്യിൽ ചെങ്കൊടിയുമായി നടക്കാനാണ് ആഗ്രഹമെങ്കിൽ ഇത്തരം പദവികൾ രാജിവെച്ചിട്ട് AKG സെൻറ്ററിൽ പോയി അടിമയിരിക്കണം. ഈ ഗീനാകുമാരി എന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമവ്യവസ്ഥയെ കൊഞ്ഞനം കുത്തുകയായിരുന്നു. ഒന്നാലോചിച്ചാൽ രാഗവും രോഗവും പോലെയാണ് ഗാനവും ഗീനയും തമ്മിലുള്ള വ്യത്യാസം. സർക്കാരിൻ്റെ താല്പര്യമനുസരിച്ച് കേസ് നടത്താനാണ് ഗവൺമെൻറ് പ്രോസിക്യൂട്ടർമാരെയും പ്ലീഡർമാരെയും നിയമിക്കുന്നത്. എന്നാൽ കാശ് മേടിച്ച് മറ്റേ പണി ചെയ്യുന്നത് ഒരു ഗീനാകുമാരിക്കും ജ്ഞാനാകുമാരിക്കും നല്ലതല്ല. ഇത്തരത്തിലുള്ളവരാണ് നിയമവ്യവസ്ഥ എല്ലാ കാലത്തും കൊഞ്ഞനം കുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ജുഡീഷ്യറിയിൽ ഇതുപോലെ പാർട്ടിക്കൂറുള്ള ഒരു വനിതാ ജഡ്ജിയുണ്ട്. അവരും അവരുടെ SFI കാലം ഓർത്ത് കുളിരുകോരിയാണ് ഓരോ വിധിയും പ്രസ്താവിക്കുന്നത്. മനുഷ്യജീവിതത്തിൽ ആകെ നമുക്ക് ആശ്വസിക്കാൻ വകയുള്ളത് കോടതികളെ ഓർത്താണ്. ഭരണകൂടം എന്ത് തോന്നിവാസങ്ങൾ കാണിച്ചാലും നമുക്ക് അഭയവും ആശ്വാസവും നൽകുന്നത് കോടതികളാണ്. അത്തരം കോടതികളുടെ സത്യസന്ധതയും വിശ്വാസ്യതയും തകർക്കുന്നതാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ടുള്ള പിണറായി ഭരണത്തിൻ്റെ വലിയ നേട്ടം. ആരാണ് ഈ ഗീനാകുമാരി എന്നറിയുമ്പോഴാണ് നമ്മൾ തലയ്ക്ക് കൈ കൊടുത്തു പോകുന്നത്. ഒരു കാലത്ത് SFIയുടെ സമരപ്പന്തലുകളിൽ പോലീസിൻ്റെ ലാത്തിച്ചാർജിൽ ചോരയൊലിപ്പിച്ച തീപ്പൊരി നേതാവായിരുന്നു ഈ ഗീനാകുമാരി. ഇന്നവർ വിവാദ നായികയായിരിക്കുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ അവർ കൂട്ടുനിന്നു. നിയമപരമായ തീരുമാനത്തിനപ്പുറം തൻ്റെ രാഷ്ട്രീയ മുൻകാല ബന്ധങ്ങൾ ഔദ്യോഗിക പദവിയിൽ അവരെ സ്വാധീനിച്ചിരിക്കുന്നു. 1994 കൂത്തുപറമ്പിൽ പോലീസ് വെടിവെപ്പ് നടത്തിയ കാലം. അന്ന് SFIയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു ഗീനാകുമാരി. സമരത്തിനിടയിൽ തലയിൽ പോലീസിൻ്റെ ലാത്തിയടിയേറ്റ് ചോരയൊലിച്ചു നിൽക്കുന്ന ഗീനാകുമാരിയുടെ ചിത്രം അന്ന് കേരളീയ പൊതുസമൂഹത്തെ വലിയ തോതിൽ സ്വാധീനിച്ചു. ആ പഴയ പോരാളിയാണ് ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ ഒത്താശയുമായി കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം നേരിടുന്നത്. ഇടതു ഭരണകാലത്ത് തീപ്പൊരി MLAയും മന്ത്രിയുമൊക്കെ ആകുമെന്ന് കരുതിയെങ്കിലും അതൊന്നും നടന്നില്ല. ആയത് സർക്കാർ അഭിഭാഷകയായിട്ടാണ്. അവിടെ ഇരുന്നും അവർ തൻ്റെ കമ്മി ജീവിതം നയിച്ചുകൊണ്ടിരുന്നു. സർക്കാർ മാറിയതൊന്നും ഈ സ്ത്രീ അറിഞ്ഞിട്ടില്ല. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9ാം പ്രതിയായ ഹരീഷ് കുമാറിന് ജാമ്യം ലഭിക്കാൻ ഈ പ്രോസിക്യൂട്ടർ ഗീനാകുമാരി നടത്തിയ ഇടപെടലുകളാണ് ഇപ്പോൾ വിവാദത്തിന് വഴിവെച്ചത്. പ്രതിക്ക് ജാമ്യം നൽകരുതെന്ന് വ്യക്തമാക്കുന്ന 13 കാരണങ്ങളടങ്ങിയ പോലീസ് റിപ്പോർട്ട് നേരത്തെ തന്നെ ഇവരുടെ കൈവശമുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും കോടതിയിൽ ഹാജരാക്കുകയോ വാദമുഖത്തിൽ ഉന്നയിക്കുകയോ ചെയ്തില്ല. പ്രതിയെ ഇനി കസ്റ്റഡിയിൽ വേണ്ട എന്ന പ്രോസിക്യൂട്ടറുടെ നിലപാടാണ് പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ വഴിയൊരുക്കിയത്. അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടുകൾക്ക് ഘടകവിരുദ്ധമായി പ്രവർത്തിച്ച ഇവർ കേസ് അട്ടിമറിക്കാൻ ബോധപൂർവം ശ്രമിച്ചുവെന്നാണ് ED ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണം. ഇതുപോലെയുള്ള കള്ളക്കമ്മികൾ സർക്കാരിൻ്റെ ശമ്പളവും വാങ്ങി പല വകുപ്പുകളിലും ഇരിപ്പുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമാണ് EDക്കെതിരെയുള്ള ഈ ആക്രമണം. ഈ കേസിനെ ലഘൂകരിക്കാൻ കാണിച്ച ഈ അമിതാവേശം പ്രോസിക്യൂട്ടറുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നു. CPM ബന്ധമുള്ള അഭിഭാഷക പ്രതിയെ സഹായിച്ചുവെന്ന ആക്ഷേപം ശക്തമായതോടെ ഇവരെ PP സ്ഥാനത്ത് നിന്നും സർക്കാർ നീക്കം ചെയ്തു. വൈദ്യം മാത്രമല്ല, വക്കീൽ പണിയും നോബിൾ പ്രൊഫഷനാണ്. പക്ഷേ രാഷ്ട്രീയ ജ്വരം ബാധിച്ച ഇത്തരക്കാർ നിയമവ്യവസ്ഥയ്ക്ക് പുഴുക്കുത്താണ്. കോടതിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് നിങ്ങൾ തകർത്തു കളഞ്ഞത്.
പിണറായി വിജയന്റെ കുടുംബത്തിൽ നിന്നും നെല്ലളന്ന കാശുകൊണ്ടല്ല നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. അന്തസ്സും ആഭിജാത്യവുമുള്ളവർ ഭരണം തീരുമ്പോൾ തന്നെ പ്ലീഡർ സ്ഥാനം രാജിവെക്കുന്നതാണ് പണ്ടൊക്കെ ഉണ്ടായിരുന്ന രീതി. 10 വർഷത്തെ തോന്നിയാസ ഭരണം കഴിഞ്ഞ് പിണറായി വിജയനെ ജനം അടിച്ചോടിച്ചു വിട്ടിട്ടും നിങ്ങൾ ആ പദവിയിൽ തുടർന്നു. പറ്റുന്ന കാലം അത്രയും SFIക്കും പ്രസ്ഥാനത്തിനും വേണ്ടി സേവ ചെയ്യുക എന്നതായിരുന്നു നിങ്ങളുടെ ജീവിത ലക്ഷ്യം. ആരോഗ്യ വകുപ്പിലിരുന്ന് തൊരപ്പമ്പണി കാണിച്ചുവെന്ന് മന്ത്രി തന്നെ പറഞ്ഞ ഡോക്ടർ റീനയും അടിമുടി CPMകാരിയായിരുന്നു. അവർക്കെതിരെ സർക്കാർ നടപടിയെടുത്തപ്പോൾ ആദ്യം പ്രതിഷേധവുമായി രംഗത്ത് വന്നത് മുൻ ആരോഗ്യമന്ത്രിയായ ശ്രീമതിയും വീണ ജോർജുമൊക്കെയാണ്. സർക്കാർ എന്തെല്ലാം തീരുമാനമെടുത്താലും അതിനെയെല്ലാം അലങ്കോലമാക്കാൻ ഇത്തരക്കാർക്ക് പെട്ടെന്ന് കഴിയും. കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ചതോടെ ചെയ്തു വന്നിരുന്ന ജഡ്ജിപ്പണി രാജിവെച്ച് CPMന് വേണ്ടി പ്രവർത്തനം തുടങ്ങിയ സുദീപ് എന്നൊരു മുൻ ജഡ്ജിയെ ഓർക്കുന്നില്ലേ? PV അൻവർ കടന്നൽ രാജാവായി വിലസിയ കാലത്ത് ശ്രീനിജനും ഈ മുൻ ജഡ്ജിയും രാജേഷ് കൃഷ്ണ എന്ന വ്യവസായിയും കൂടിയായിരുന്നു കേരളത്തിൻ്റെ പോലീസ് ഭരണം നിയന്ത്രിച്ചിരുന്നത്. എത്രയോ പേർക്കെതിരെ ഇവന്മാർ സംഘം ചേർന്ന് കേസ് കൊടുത്തു. ഒടുവിൽ ആ സംഘം അടിച്ചു പിരിഞ്ഞു. PV ശ്രീനിജൻ തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നം പാടി. രാജേഷ് കൃഷ്ണയെ മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ നിന്നും ഇറക്കി വിട്ടു. PV അൻവറിനെ ആർക്കും വേണ്ട. മുൻ ജഡ്ജിയാണെങ്കിൽ അനാഥനായി നടക്കുകയാണ്. സർക്കാർ എടുക്കുന്ന എല്ലാ നയപരമായ തീരുമാനത്തെയും അട്ടിമറിക്കാൻ ഇടതുപക്ഷത്തോട് കൂറുള്ള ഉദ്യോഗസ്ഥ വൃന്ദമാണ് ഇപ്പോഴും പലയിടങ്ങളിലും ഇരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് ഇന്നലെ വന്ന ഒരു വാർത്ത. എനിക്ക് 19 വാഹനങ്ങളുടെ അകമ്പടി വേണ്ട, 2 വണ്ടി മതിയെന്ന് മുഖ്യമന്ത്രി ആദ്യമേ തന്നെ തീരുമാനമെടുത്തു. എന്നാൽ ഇപ്പോഴും മുഖ്യമന്ത്രിക്കായി ചില പോലീസ് ഉദ്യോഗസ്ഥർ വഴിതടയൽ തുടരുകയാണ്. റോഡിലെ ഈ കർശന നിയന്ത്രണത്തിന് പിന്നിൽ ഇടതനുഭവമുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ്. മുഖ്യമന്ത്രി പറഞ്ഞതെല്ലാം പാഴ്വാക്കുകളാണെന്ന് വരുത്തി തീർക്കലാണ് അവരുടെ ലക്ഷ്യം. പിണറായിയെപ്പോലെ തന്നെ നാടിളക്കി മനുഷ്യനെ ബുദ്ധിമുട്ടിച്ച് ഈ മുഖ്യമന്ത്രി നടക്കുന്നത് കാണാനാണ് അവർക്കിഷ്ടം. ഈ ഗീനാകുമാരിയെപ്പോലെയും ഡോക്ടർ റീനയെപ്പോലെയുമുള്ള എത്രയോ പേർ ഇപ്പോഴും ഭരണത്തിൻ്റെ തലപ്പത്തിരിക്കുന്നുണ്ട്. അത്തരക്കാരെയെല്ലാം നിയന്ത്രിച്ചു നിർത്തി ഇരുത്തേണ്ടിടത്തിരുത്താനുള്ള നടപടികളാണ് സർക്കാർ കൈക്കൊള്ളേണ്ടത്.